ാനുള്ളത് മൂപ്പര് ഇബ്രാഹിം നബി, ഞാൻ ആദറും. നോക്കണങ്ങള് എന്താണ്? ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ശത്രുത വെളിപ്പെട്ടിരിക്കുന്നു. ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് വരെയും. സക്കരിയ ശിർക്ക് വിട്ട് തൗഹീദിലേക്ക് വന്നാൽ പ്രശ്നം തീർന്നു. അപ്പൊ ഞാൻ ശിർക്കിലേക്ക് പോയി, ഞാൻ ആദറിന്റെ സ്ഥാനത്ത്. മൂപ്പര് ഇബ്രാഹിം നബി ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ കണ്ടോളികൾ, ഇയാള് മുശ്രിക്ക്, ഇയാൾ ആസറായി പോയി, മറ്റേ ആൾ ഇബ്രാഹിം നബി. ഇങ്ങനെ ഇയാളും തൗഹീദിൽ നിന്ന് പുറത്ത്. ഇനി മുജാഹിദിന്റെ ഗ്രൂപ്പിൽ വേറൊരു നേതാവാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി ഉണ്ട്. അയാളും അയാളെ അംഗീകരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ കുറിച്ച് മറു ഗ്രൂപ്പ് പറയുന്നത് എന്താണെന്നറിയോ? അബ്ദുൽ ജബ്ബാർ മൗലവി യിലേക്ക് ആദ്യമായി ബിംബം കൊണ്ടുവന്ന അംർ ഇബ്നു ലുവയ്യിനെ പോലത്തെ കൊടിയ മുശ്രിക്കാകുന്നു. അതിൽ കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. മുശ്രിക്ക് കാഫിർ, അതിൽ കുറഞ്ഞ ഒരു പരിപാടിയും വരില്ല. കേട്ടോളൂ, സക്കരിയ സലാഹി തന്നെ ഹനീഫ കായക്കൊടിയുടെ ക്ലിപ്പ് വെച്ചുകൊണ്ട് പറയുന്നതെന്ന് കേട്ടോളൂ. എന്നാൽ ഇപ്പോൾ അതിനെ പ്രാർത്ഥനയാക്കി കോട്ടി മാറ്റി അവതരിപ്പിക്കുന്നു. നോക്കൂ, ആശയക്കുഴപ്പത്തിന്റെ സ്പെഷ്യലിസ്റ്റ് കാണിച്ചു കൊടുക്കും. അതൊരു വിളിയല്ലേ, വെറും വിളിയല്ല. എന്തിനാ വിളിക്കണത്? ജിന്നെ സഹായിക്കണെന്ന് പറയണത് എന്തിന്? ജിന്നെ വെളിച്ചെന്താന്ന് പറയണത് എന്തിന്? ജിന്നെ എവിടെയാ ഉള്ളത്? ഞാൻ കുറച്ച് എന്റെ വീട്ടിൽ ഇന്നൊരു സൽക്കാരുണ്ടായിരുന്നു, കുറച്ച് എല്ല് ബാക്കിയുണ്ട്, ഇജ്ജ് തിന്നോ എന്ന് പറഞ്ഞിട്ട് എല്ല് കൊണ്ടിട്ട് കൊടുക്കാനാ? അല്ല, പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ വിളി, പ്രയാസത്തിന്റെ ഘട്ടത്തിലാണ് ഈ വിളി, വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ഈ വിളി, അപകടത്തിന്റെ വക്കിലാണ് ഈ വിളി, വെള്ളത്തിൽ ഒഴുകിപ്പോയി കൈകാലിട്ടടുക്കുമ്പോഴാണ് ഈ വിളി. നിങ്ങൾ അറിയോ? ഇത് കേട്ട് ഞാൻ പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ, ജബ്ബാർ മൗലവി, ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയണ്ട, ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ? നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ, വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച അംർ ഇബ്നു ലുഹയ്യ് എന്ത് പണിയാണോ ചെയ്തത്, അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. മൂപ്പരിത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബിംബാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്നവൻ ചെയ്ത പണിയേതോ അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. എടോ, ഈ ബിംബാരാധകനെ കൂട്ടിയല്ലേ സംവാദത്തിന് നടന്നിരുന്നത്? ഈ മുശ്രിക്കിനെ കൂട്ടിയല്ലേ നിങ്ങൾ ഇത്രയും കാലം നടന്നിരുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കിതാബ് നോക്കി അദ്ദേഹം പറയുന്നത് കാതോർത്തിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്ന വിജ്ഞാനം നുകർന്ന് ഇപ്പൊ അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. നന്ദി കെട്ടവരെ, നിങ്ങളല്ലേ ഇത് പറയൂ. അതാ ആ നടുവിലിരിക്കുന്ന വയസ്സായ മൗലവിയാണ് ജബ്ബാർ മൗലവി എന്ന് പറയുന്നത്. അയാളുടെ ശിഷ്യന്മാരാണ് അപ്പുറത്തുപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാര്. അന്ന് വാദപ്രതിവാദത്തിൽ തോറ്റ് തൊപ്പിയിട്ടിട്ട് ഇനി എന്ത് ദുർവ്യാഖ്യാനാ പറയേണ്ടത് എന്ന് ഇയാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനൊക്കെ പറഞ്ഞാൽ മതിയെന്ന്. ആ താടക്ക് കൈ കൊടുത്തിരിക്കുന്ന ഹനീഫ മൗലവി എന്ന് പറയുന്ന മൗലവി എന്താ ചെയ്യണത്? അയാൾ പറയാണ്, ഞങ്ങളെ ഗുരുനാഥനായ ജബ്ബാർ മൗലവി കൊടിയ മുശ്രിക്കാകുന്നു. അപ്പൊ അയാളും അയാളെ ഗ്രൂപ്പും അവരും തൗഹീദിൽ നിന്ന് പുറത്ത്. നിങ്ങൾ ചിന്തിക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിലാകെ ഉള്ള നേതാക്കൾ ഓരോരുത്തരും കാഫിറും മുശ്രിക്കും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു ഗ്രൂപ്പാണ് ജിന്നൂരി ഗ്രൂപ്പ്. ജിന്നൂരി ഗ്രൂപ്പിന്റെ നേതാവാണ് ഫൈസൽ മൗലവി. ഫൈസൽ മൗലവിയെ കുറിച്ച് അനസ് മൗലവി, മറ്റേ ഗ്രൂപ്പുകാരൻ പറഞ്ഞത് എന്താ? കൊടിയ ശിർക്കാണ് അയാൾ പറയുന്നതും ചെയ്യണതൊക്കെ. മുശ്രിക്ക്, അയാളും മുശ്രിക്കാണ്. അനസ് മൗലവി പറഞ്ഞത് കേട്ടോളൂ. മലക്കിനോട് ചോദിച്ചാലും ശിർക്കല്ല, ജിന്നിനോട് ചോദിച്ചാലും ശിർക്കല്ല, മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കല്ലാത്ത ഒരു കാര്യം മരത്തോടും കല്ലിനോടും ചോദിച്ചാൽ ശിർക്കല്ല എന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന ഒരു സമൂഹം പറയുന്നു ഞങ്ങൾ മുവഹിദുകളാണ് എന്ന്. ഞങ്ങളിൽ എവിടെ ശിർക്ക് എന്ന്? ശിർക്ക് തപ്പി നോക്കണോ? ഇനി നോക്കണോ? ഒന്നുകൂടി കേട്ടോളൂ. ആ ആശയം വെറുതെ കേട്ടുപോകണ്ട, നന്നായി തന്നെ ശ്രദ്ധിച്ചു കേട്ടുപോയിക്കോളൂ. ഇങ്ങോട്ടും ചെയ്തുക. ഈ സഹായാത്മക ശിർക്കല്ല, അത് ഇൻസിനോടായ ശിർക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പടപ്പെടുമ്പോ ശിർക്കാവും എന്ന് പറയാൻ മാനദണ്ഡമില്ല. ഒരേ തേട്ടം ഇൻസിനോടായ ശിർക്ക് കല്ലിനോടായ ശിർക്കല്ല, ഇൻസിനോടായ ശിർക്ക് പക്ഷിയോടായ ശിർക്കല്ല എന്നൊന്നില്ല.
ഇവിടെ തേട്ടം ശിർക്കായ തേട്ടമാണോ? ഇൻസിനോടും ശിർക്ക്, ജിന്നിനോടും ശിർക്ക്, മലക്കിനോടും ശിർക്ക്, വായുവിനോടും ശിർക്ക്, സൂര്യനോടും ശിർക്ക്, ഏത് പടപ്പിനോടും ശിർക്ക്. അത് റബ്ബിനോടെ ആകാമൂ. ആരാണ് മുൻഗാമികൾ പഠിപ്പിച്ച മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അപ്പൊ എന്നു പോലെ മാലാ യഖ്ദിറു അലൈഹി മുജാഹിദ് നീ മിണ്ടണ്ട. അന്റെ മുജാഹിദും മാലാ യഖ്ദിറു അലൈഹി ഇതാണെങ്കിൽ അള്ളാന്റെ ആ റബ്ബിനെ ഓർത്തിട്ട്, പടച്ചവനെ ഓർത്തിട്ട് ഒരിക്കലും മുജാഹിദ് എന്നോ അതല്ലെങ്കിൽ ആ സലഫി എന്നോ അതല്ലെങ്കിൽ തൗഹീദ് എന്നോ പറയണ്ട. ഇത് തൗഹീദല്ല, ഇത് കൊടിയ ശിർക്കാണ്. കൊടിയ ശിർക്കാണ് അനസ് മൗലവി അല്ല ഫൈസൽ മൗലവി പറയുന്ന തൗഹീദ്. അത് തൗഹീദല്ല, കൊടിയ ശിർക്കാകുന്നു. ആര്? അനസ് മൗലവി. അപ്പോ ഈ ഫൈസൽ മൗലവിയും തൗഹീദിൽ നിന്ന് ഔട്ടായി പോവാ. തൗഹീദുള്ളോലും ആരുമില്ല, ഒക്കെ മുശ്രിക്കായോല് മാത്രമാണ്. എന്നാൽ ഈ പറഞ്ഞ അനസ് മൗലവിയെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി, മറ്റൊരു ഗ്രൂപ്പിന്റെ നേതാവാ, മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു അനസ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഓനക്ക് അള്ളാഹനെ വിശ്വാസമില്ല, പരലോകത്തിൽ വിശ്വാസമില്ല, മതനിഷേധിയാണ് എന്ന് പറഞ്ഞാൽ കാഫിറാണ്. കേട്ടോളൂ മുജാഹിദ് ബാലുശ്ശേരി അനസിനെ കുറിച്ച് പറയുന്നത്. ഇവനെ മനുഷ്യനായി നിങ്ങൾ അംഗീകരിച്ചാൽ പോലും നിങ്ങൾക്ക് ന്യൂനതയുണ്ടെന്ന് ഒരു പണ്ഡിതനായിട്ട്, അനസിനെ പണ്ഡിതനായിട്ടല്ല, ഒരു മനുഷ്യനാണ് അനസ് മൗലവി എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് ന്യൂനത ഉണ്ട്. ഇനി എന്താ വേണ്ടത് എന്നിട്ട് പറയട്ടെ. മനുഷ്യനായി നിങ്ങൾ അംഗീകരിച്ചാൽ പോലും നിങ്ങൾക്ക് ന്യൂനതയുണ്ടെന്ന് എന്നിട്ടല്ലേ ഒരു പണ്ഡിതനായിട്ട്. KNM-കാരോട് ഞാനൊരു കാര്യം പറയാം. PP ഒക്കെ ഇപ്പം നയിക്കുന്ന KNM ഇവന്റെ ഒക്കെ പ്രസംഗങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ആഖിറത്തെ കുറിച്ച് നിങ്ങൾ വീണ്ടും വിചാരം നടത്തേണ്ടി വരും. നിങ്ങൾ ആഖിറത്തെ കുറിച്ച് വീണ്ടും വിചാരം നടത്തേണ്ടി വരും. ഇവൻ മതനിഷേധിയും അല്ലാഹുവിനെ പേടിക്കാത്തവനും ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവനുമാണ്. ഇവൻ കപടനാണ്. ഇവൻ ചെയ്യുന്ന അക്രമം കണ്ടോ? മുജാഹിദുകൾ ജിന്നിനോട് തേടുന്നവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഗോപി തേടുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്ന് വായിച്ചവൻ പറയൂ. അത് ലോകത്ത് പലരും ജിന്നിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അതെടുത്തിട്ടാണോ മുജാഹിദുകളുടെ നേരെ ഈ അനീതി കണ്ടിട്ട് ശബ്ദിക്കാൻ കഴിയാത്തവരെ, ഹജ്ജിത്തം മൂത്തവരെ, ഏത് പരലോകമാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഏത് പരലോകമാണ്? ഇതാ അനസ്. ഈ അനസിനെ നിങ്ങൾ തിരിച്ചറിയുക. ഇവന്റെ പ്രസംഗ സദസ്സിലിരിക്കുന്നത് പോലും അള്ളാഹ്ക്ക് വെറുപ്പുള്ള കയ്യിലായിരിക്കും. മനസ്സിലാക്കണം. ഭയങ്കര ഗൗരവമാണ്. ഓൻ ഇസ്ലാം എന്ന് പുറത്താണ്, മതനിഷേധിയാണ്, പരലോകത്തിൽ വിശ്വാസമില്ല. ഓൻ പ്രസംഗിക്കണ സദസ്സിൽ ഇരിക്കുന്നത് പോലും പടച്ചോന് വെറുപ്പാണ്. അത് ഓന്റത് മാത്രമല്ല, ഈ ജാതിന്റെ ഒക്കെ സഹിച്ചിരിക്കുന്നത് പടച്ചോന് പൊരുത്തുള്ള കാര്യമില്ല. അത് വേറെ വിഷയം. സഹോദരന്മാരെ, അപ്പൊ അനസ് മൗലവിയും തൗഹീദിൽ നിന്ന് പുറത്ത്. ഈ മൗലവിമാരൊക്കെ ചെറുകിടല്ല, വലിയ ടോപ്പ് നേതാക്കളാ. ഇവരും ഇവരെ അനുയായികളൊക്കെ തൗഹീദിൽ നിന്ന് ഇങ്ങനെ പുറത്ത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ വലിയ മൗലവിമാരിൽ ഇനി തൗഹീദ് ഉള്ളവരാരാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഒരു ഗ്രൂപ്പുണ്ട്, വിസ്ഡം ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പിൽ കുറെ നേതാക്കളുണ്ട്. അതിലാണ് ഹുസൈൻ സലഫി, അതുപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് പറപ്പൂര്, അതുപോലെ CP സലീം, TK അഷ്റഫ്, പിന്നെ അബ്ദുൽ ജബ്ബാർ മദീനി, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇതെല്ലാവരും കൂടിയതാണ് വിസ്ഡം ഗ്രൂപ്പ്. കാണുമ്പോ വിസ്ഡം ഗ്രൂപ്പ് ഒന്നാണ് നിങ്ങൾക്ക് തോന്നും. എന്നാല് അതിലുള്ള ഓരോ മൗലവിക്കും ഓരോ തൗഹീദാണ്. എല്ലാവർക്കും ഒരേ തൗഹീദല്ല. ഇയാളെ വിശ്വാസമല്ല മറ്റേ ആൾക്ക്, അയാളെ വിശ്വാസമല്ല മറ്റേ ആൾക്ക്. എല്ലാവരുടെ തൗഹീദും വ്യത്യസ്തമാകുന്നു. നമ്മൾ പറയല്ലോ, മുജാഹിദിന്റെ കൂടെ കിടന്നവർക്ക് ആ രാപ്പനി അറിയാം. ഓല് പറയട്ടെ. അനീഫ കായക്കൊടി പറയുന്നത് കേട്ടോടും. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ കാണും സക്കരിയ, ഫൈസല്, ജബ്ബാർ മൗലവി, ജബ്ബാർ മദീനി, അതേപോലെ തന്നെ CP സലീം, TK അഷ്റഫ് എല്ലാം ഒന്നാണ് നമ്മളെ വിചാരം. പക്ഷെ ഇതൊക്കെ ഓരോന്നാണ്. പല താല്പര്യത്തിനു വേണ്ടി ഒന്നിച്ചു കൂടിയേ ഉള്ളൂ. ഇത് ഒറ്റ നോട്ടത്തിൽ ഒന്നായി തോന്നും. ഓരോന്നോരോ വിശ്വാസ. ലബ്ബയുടെ വിശ്വാസമല്ല ജക്കരിയയുടേത്, ജക്കരിയുടേതല്ല PN-ന്റേത്, PN-ന്റേതല്ല ഹുസൈൻ തലവിയുടേത്, ഹുസൈൻ തലവിയുടേതല്ല TK അഷ്റഫിന്റേത്. ഓരോന്നിനും ഓരോ വിശ്വാസമല്ല, ഓരോന്നിനും ഓരോ സൂക്കേട് മലയാളത്തിൽ. അത് ഓരത് മാത്രമല്ല, മുജാഹിദിന്റെ മൊത്തം സോക്കടാ. എല്ലാവർക്കും സോക്കടാണ്. എല്ലാവരുടെ വിശ്വാസവും വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും ഓരോ തൗഹീദാണ്. നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് മൗലവിമാർ അവരുടെ തൗഹീദാണ് ഈ കേൾക്കുന്നത്. തൗഹീദ് ഒരാൾക്കുമില്ല, ഉള്ളതൊക്കെ ശിർക്കാകുന്നു. ഇനി നിങ്ങൾക്കറിയണോ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ അങ്ങനെ വ്യത്യസ്ത പാർട്ടികളായി, ഗ്രൂപ്പുകളായി, ഉപഗ്രൂപ്പുകളായി മുജാഹിദിന്റെ തൗഹീദ് ഇങ്ങനെ മാറുകയാണ്.
ഇപ്പതാ പുതിയൊരു മുജാഹിദ് ഇറങ്ങിയിട്ടുണ്ട്. അതേതാ? ചൈന മുജാഹിദ്. കീലത്തിന് പരിചയം ഉണ്ടാവില്ല, നിങ്ങൾ കാലത്ത് ഇല്ലാത്ത മുജാഹിദാണിത്. ഇപ്പൊ ചൈന മുജാഹിദും ഇറങ്ങിയെന്ന് മുജാഹിദ് നേതാവ് ജൗഹർ ആയനിക്കോട് പറയുന്നു. ഒന്ന് കേട്ടോളൂ. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനോ എവറടി ടോർച്ചും ഏകദേശം ഒരേ കാലത്തിലാ വന്ന്. ഇത് രണ്ടുമാണ് വന്നപ്പോ ഒരുവിധം പറമ്പൊക്കെ അപ്പൊ ടോർച്ചൊക്കെ ചൈനയായപ്പോ ചൈന മുജാഹിദ് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് വെളിച്ചമല്ല, അടിച്ചവിട്ട് കണ്ണും കാണൂല. അതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ചെറുതൊന്നുമല്ല, മുജാഹിദുകൾ മാത്രമല്ല എല്ലാവരും എന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ചൈന മുജാഹിദ് നോക്കുങ്ങൾ, ആകെ മുജാഹിദുകളുടെ തൗഹീദിന്റെ അവസ്ഥ. ഇനി നിങ്ങൾക്കറിയോ, ഇപ്പൊ മുജാഹിദ് മൗലവിമാർ എന്താ ഓലെ പ്രസംഗത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയോ? മുജാഹിദിന്റെ മൗലവിമാരിൽ നിന്ന് കാഫിറും മുശിരിക്കുമായിട്ടുള്ള മൗലവിമാരുടെ ലിസ്റ്റാണ് ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എടത്തനാട്ടുകാര ടൗണിൽ നിന്ന് താജുദ്ദീൻ സലാഹി എന്ന മൗലവി പറയാ, മുജാഹിദ് മൗലവി ഒരു പ്രസംഗിച്ചിറങ്ങുന്ന ഒരു മൗലവി കണ്ട് രംഗത്ത് ബസ് ഇറങ്ങുക, അപ്പൊ ഇയാളാണ് കയറുക. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു.